എൻ്റെ ജൈവ കൃഷി ചെയ്ത രീതിയെ നോക്കാൻ എൻ്റെ തോട്ടത്തിലേക്ക് ജർമ്മൻ സർവകലാശാലയിൽ നിന്ന് ജൂലി ഫോർട്ട് എന്നുള്ളൊരു ശാസ്ത്രജ്ഞ സംഘവും ഇവിടെ എത്തി. അവർ വന്നതിൻ്റെ ഉദ്ദേശം ജൈവ കൃഷി കാലാവസ്ഥയും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ഇപ്പോൾ നടക്കുന്ന കാലാവസ്ഥയിലുള്ള പ്രത്യാഘാതങ്ങൾ അത് ജൈവ കൃഷി കൊണ്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ ആഘാതം എങ്ങനെ കുറയ്ക്കാം, ഇതാണ് അവരുടെ വിഷയം. അതും തുടർച്ചയായിട്ടുള്ള ഒരു പഠനവും കൂടിയാണ്. ആയിട്ടാണ് എൻ്റെ തോട്ടത്തിലേക്ക് അവർ വന്നത്. കേരള കാർഷിക സർവകലാശാല, കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ, ജർമ്മനിയിലെ ഹോംഹെൻഹൈം യൂണിവേഴ്സിറ്റി എന്നിവ ചേർന്നാണ് ഈ പഠനം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഇതേ വിഷയത്തിനെ പറ്റിയിട്ട് തന്നെ കാനഡ യൂണിവേഴ്സിറ്റിയിൽ, ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേ ശാസ്ത്രജ്ഞന്മാർ ഈ തോട്ടത്തിൽ വന്നതാണ്. അവർക്ക് പല കാര്യങ്ങളും എൻ്റെ കൃഷി രീതികളെ പറ്റിയിട്ടും പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ജർമ്മനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവർ എത്തിയത്. ഹോംഹെൻഹൈം നടത്തുന്ന ബ്രൈറ്റ് സ്പോട്ട് ഇൻ അഗ്രികൾച്ചർ സിസ്റ്റം എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളിയായ ഹസീന ഖാദരിയും ഇപ്പോൾ ഉണ്ടായിരുന്നു. വിജയകരമായ സുസ്ഥിര ഭക്ഷ്യകൃഷി സമ്പ്രദായങ്ങളെ അടയാളപ്പെടുത്തുക, അതാണ് ബ്രൈറ്റ് സ്പോട്ട്. അതങ്ങനെ കണ്ടെത്തിയതാണ് എൻ്റെ ഈ ഒരു തോട്ടം. അതുകൊണ്ടാണ് ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്നുള്ളൊരു സ്ഥലം ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ കൃഷി രീതിയിൽ ഞാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഇതുകൊണ്ടാണ് അവരെ ഇതിനായിട്ട് ഈ തോട്ടം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പം ഞാൻ എന്താണ് ചെയ്ത കൃഷി രീതി എന്നും കൂടി ഞാൻ ചെറിയ തോതിലും പറയാം, മുഴുവൻ പറയാൻ കഴിയില്ല. ഒന്ന്, പ്രധാനപ്പെട്ടത് മണ്ണിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജൈവ അല്ലെങ്കിൽ ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ ജൈവാംശം, അതിനെ എങ്ങനെ നമ്മൾ കൂടുതലാക്കാൻ പറ്റും. അതായത് 5 പോയിന്റ് അല്ലെങ്കിൽ 6 അങ്ങനെ ആ നമ്പറിൽ എത്തിക്കുക. ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ 2 2ലും താഴെയുള്ളതാണ് കേരളത്തിലെ ജൈവാംശം. അത് നമ്മൾ വേണ്ടത് ഒരു 5 മീതിയാണ്. അത് എങ്ങനെ എത്തിക്കാൻ പറ്റും? അത് ആ ഒരു 5 വരെയൊക്കെ എത്തിച്ച് കഴിഞ്ഞാലേ ഈ ബ്രൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഈ കാലാവസ്ഥയും തമ്മിലുള്ള അതിൻ്റെ ആഘാതങ്ങളെ ലഘൂകരിക്കണ സ്ഥലമായി മാറുള്ളൂ. അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് അത് മാറണത്. എങ്ങനെ വേണമെങ്കിലും അതിന് പറയാം. അപ്പം അതിന് ചെയ്ത മാർഗങ്ങൾ എന്താണെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ധാരാളം പൊതയിട്ടിട്ട് ജൈവ സ്ലറി അതിൻ്റെ മേൽ തളിച്ചു. അപ്പം എന്താ വെച്ചാൽ ഇട്ട ജൈവ സാധനങ്ങൾ മുഴുവൻ മണ്ണിലേക്ക് കാർബൺ, അതായത് മരത്തിൻ്റെ അംശം ഓർഗാനിക് കാർബൺ ആ മേൽമണ്ണിൽ അടിഞ്ഞുകൂടും. അത് കാലാകാലങ്ങളായി ചെയ്യണതാണ്, ഇന്നൊന്നും ചെയ്തതല്ല. 76 മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, സൂര്യപ്രകാശം ഒരു തരത്തിലും നിലത്ത് തട്ടാതെ, അപ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ചെടികൾക്കും ജീവജാലങ്ങൾക്കും അങ്ങേറ്റം വേണം. അതുകൊണ്ടാണ് പലരും സൂര്യനെ ഭഗവാനായിട്ട്, ഈശ്വരനായിട്ട് കണക്കാക്കണം. അപ്പം എങ്ങനെ ആ സൂര്യ തേജസ് മണ്ണിലേക്ക് ഊർജമാക്കി മാറ്റും? അതിന് ഏക വഴി ഇലകളുടെ പച്ച നിറത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇന്നത്തെ എത്ര ശാസ്ത്രം വികസിച്ചാലും ആ സൗരോർജത്തിനെ മണ്ണിലാക്കണമെന്നുണ്ടെങ്കിൽ ഇലകളുടെ പച്ച നിറങ്ങളെ കൊണ്ടേ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികത ചെയ്തെന്ന് വെച്ചാൽ, ഓരോ വിളവുകൾക്കും ഇത്ര അളവിൽ സൂര്യപ്രകാശം വേണമെന്നുണ്ട്. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. നെല്ല്, അതുപോലെ തെങ്ങ്, ഇവർക്കൊക്കെയാണ് ഒരു 100% സൂര്യപ്രകാശം കിട്ടുന്നത് ആവശ്യമുള്ള സസ്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അത്ര തന്നെ വേണ്ട കഴുങ്ങിന് അതൊരു 70% വേണ്ടു. പിന്നെ ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60% വേണ്ടു. അപ്പം അങ്ങനെ ഓരോ വിളകൾക്കും ഒരു കണക്കുണ്ട് എത്ര സൂര്യപ്രകാശം വേണമെന്ന്. അപ്പം ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെ ഇടകലർന്ന വിളകളാണ്
കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് വിളകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അപ്പം ഇതൊരു തുടർച്ചയാണ്. ഇനിയൊരു 10% അല്ലെങ്കിൽ അതിലും താഴെയുള്ള സൂര്യപ്രകാശത്തിൽ വരുന്ന സസ്യങ്ങളും ഇനിയും വളർത്താൻ പറ്റും. അതും എൻ്റെ അന്വേഷണമാണ്. അതാണ് അതിൻ്റെ ആവശ്യം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ കുറഞ്ഞു. ഇപ്പോൾ ഇത് അവർ അളന്ന് നോക്കിയതാണ്. അപ്പോൾ 5 ഡിഗ്രിയോളത്തിലധികം കുറവാണ് കാണിക്കുന്നത് പുറത്തുള്ള ടെമ്പറേച്ചറിനേക്കാൾ. അങ്ങനെ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് വരും. ഇതാണ് അവരുടെയും പഠനം. അപ്പം ഞാനിത് എങ്ങനെ ഞാൻ സ്വീകരിച്ചു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇത് പ്രായോഗികമാക്കി എന്നാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത്. അവർക്കത് ബോധ്യപ്പെട്ടു. അതാണ് വിഷയം ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന് ബ്രൈറ്റ് സ്പോട്ട്സ് എന്നുള്ളൊരു അവരിങ്ങനെ മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണെന്നറിയോ 1976 ഈ ഒരു ഒറ്റ ആശയം വെച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. എത്ര കാലം? 76 സ്റ്റാർട്ടഡ്. ഇതേവരെ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ എന്തൊക്കെ അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ നേരിട്ടിട്ടുണ്ടാവും. അപ്പോഴും ഒരേ ആശയം അന്ന് പറഞ്ഞ വാക്ക് ഇന്ന് മാറ്റിയിട്ടില്ല. Consistently doing that. Now he's telling government is at least agriculture are coming here. നമ്മുടെ നാട്ടിൽ എത്ര ജനമുണ്ട്? എത്ര അവിടെ നിന്നിട്ടുള്ളൂ, പോയിട്ടില്ല. അതാണ് പ്രശ്നം. അല്ല, അതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം. തെറ്റാണ്. These microbes, they make only few comes, but thousands crores microbes. So it's not generating any methane. ബ്രൈറ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നത് ഇപ്പം സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റത്തിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ ബ്രൈറ്റ് സ്പോട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടു ഒരു കൺസംഷൻ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും സാധാരണ ഒരു ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ടു കൺസംഷൻ ലെവലിലേക്കാണ്. അപ്പൊ അതിലെ എല്ലാ മേഖലയിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ